രാവിലത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഒരു 12:30 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നു, തിരിച്ച് നേരെ വീട്ടിൽ വരുന്നു. ഇതാണ് പാക്കേജ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട സ്ഥലമാണ്. സേഫ്റ്റി ട്രക്ക് എന്ന ചാനലിൽ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും സേഫ്റ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സേഫ്റ്റി എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടിമുഴങ്ങൻ നൈറ്റ്സ് എന്ന പാക്കേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാക്കേജിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഒരിക്കലും സഞ്ചരിക്കാതിരിക്കുക. കാരണം കാടാണ്. നമ്മൾ പോയി സ്റ്റേ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ടെൻ്റ് എന്ന സ്ഥലത്ത് കിടങ്ങൊക്കെ ഉണ്ട്. അവിടെ ചുറ്റും കുഴിച്ചിട്ട് അവിടെ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അത് താണ്ടി നമ്മൾ കാട്ടിലൊക്കെ ഇറങ്ങി ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ, മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വിഷയമാണോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗാർഡിൻ്റെ, അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡിൻ്റെയും അവിടുത്തെ ആ സ്റ്റാഫിൻ്റെയും അവരെ അറിയിക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് സഞ്ചരിക്കാതിരിക്കുക. ഇതാണ് പ്രിക്കോഷനിൽ ഒന്ന്. മൊബൈൽ 100% കട്ടാണ്. ഒരു റേഞ്ചും കിട്ടത്തില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. ഒരുപക്ഷെ നമുക്ക് ഈ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ഭയങ്കര ഫ്രീ ആയിരിക്കും നമ്മുടെ മൈൻഡ്. നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മളുടെ ചുറ്റുപാടത്തുള്ള കാടും ആ പരിസരവും എല്ലാം കണ്ടു സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസമാണത്. ഞാൻ പറഞ്ഞാൽ അത് നിൽക്കണമെന്നാണ്. നമുക്കത് നമ്മളെ എക്സ്പീരിയൻസ് ആണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന സ്പോട്ടിൽ അവിടെ ഒരു സ്ഥലത്ത് റേഞ്ച് ഉണ്ടാവും. ആ സമയം നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം.